യഥാർത്ഥത്തിൽ നേരത്തെ കമ്പ്യൂട്ടറിനെതിരായിട്ടുള്ള സമരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വികസന വിരോധികളാണ് എന്ന് സമർത്ഥിക്കാനാണ് നോക്കുന്നത്. ഞങ്ങൾ കമ്പ്യൂട്ടറിനെതിരായ സമരം ചെയ്തവരല്ല. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം ആ കാലത്ത് തൊഴിൽ മേഖല ഉണ്ടാക്കുന്ന പ്രശ്നത്തെ മുൻനിർത്തി അന്നത്തെ തൊഴിലാളി സംഘടനകൾ അത്തരം ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് നടത്തിയത്. അല്ലാതെ ഈ ടെക്നോളജിക്കെതിരായിട്ടുള്ള സമരമല്ല. പക്ഷേ എപ്പോഴും വലതുപക്ഷം ഞങ്ങൾ ടെക്നോളജിക്ക് എതിരായി ചിന്തിക്കുന്നവരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പം അവർക്കെല്ലാമുള്ള മറുപടി കൂടിയാണിത്. കാരണം ഞങ്ങളെല്ലാ കാലം ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ച ആരാണ്? നാനാർ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഓരോ കാര്യവും നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ കേരളത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാം എന്നാണ് ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ശ്രമിച്ചത്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതെ അതെ, ഇപ്പം EMSൻ്റെ ഗവൺമെൻറ് ഇവിടെ നമ്മുടെ മാവൂരിലെ ഗാർഡിയോ റയോൺസ് സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുതലാളിത്തത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു എന്നാണ്, അല്ലേ? അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അന്ന് EMS പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. കാരണം EMS പറഞ്ഞത്, ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കമ്മ്യൂണിസം നടപ്പാക്കാനല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ലെഫ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലെഫ്റ്റ് അങ്ങനെ ശ്രമിക്കുന്നില്ല എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം വലതുപക്ഷത്തിൻ്റെയാണ്. അവരത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്താണ്? ഇപ്പം കേരളത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് കേരളം ജീവിക്കാൻ കൊള്ളാത്ത നാടാണ്, ചെറുപ്പക്കാരൊക്കെ നാട് വിടുകയാണ്, അല്ലേ? അങ്ങനെയുള്ളൊരു വലിയ പ്രചരണം നടന്നു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അതെല്ലാ കാലത്തും പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. കേരളത്തിൽ പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു പ്രശ്നം, കേരളത്തിൻ്റെ ഒരു വ്യവസായ വളർച്ച എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ലഭ്യത പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏത് വിധത്തിലുള്ള വ്യവസായമാണ് വളരുക? അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, അറിവിനെ തന്നെ മൂലധനമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നോളജ് എക്കണോമി അതാണിപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നോളജ് എക്കണോമിയെ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ DYFI ആണ് ആദ്യമായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു യുവജന സംഘടന ഇത്തരമൊരു ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ചെറുപ്പക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയും, എങ്ങനെ കേരളത്തെ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങളൊരു തുടക്കം കുറിച്ചപ്പോൾ ആവേശകരമായ പ്രതികരണം ഉണ്ടായി. ഇന്നിപ്പോൾ ഈ 4 വേദികളിൽ പിച്ചിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. എത്ര കോളേജ് കുട്ടികൾ, അല്ലേ, വളരെ ചെറിയ പ്രായമുള്ള ആളുകൾ ഏറ്റവും മെച്ചപ്പെട്ട ഐഡിയയുമായിട്ട് വരികയാണ്. അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷെ അവരുടെ കയ്യിൽ ആശയമുണ്ട്. അത്തരം ആശയങ്ങൾ കേരളത്തിൽ എങ്ങനെയെല്ലാം മുന്നോട്ട് വന്ന് നമ്മൾ അറിയാം. ഇപ്പം ജെൻ റോബോട്ടിക്കിൻ്റെ ആളിവിടെ ഉണ്ട്. ജെൻ റോബോട്ടിക് എന്നൊരാശയം നമ്മൾ കോഴിക്കോട് മൻഹോളിൽ വീണ് മരിച്ച, അല്ലേ, ഒരാളെ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നു. അപ്പോൾ എന്താണ് പോംവഴി? അപ്പോൾ ആ കോളേജിൽ കുട്ടികൾ ചിന്തിക്കുകയാണ് ഈ ഒരു ബദൽ എന്താണെന്ന്. ഇതുപോലെയുള്ള നൂതനമായ 200 ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒരു സംഘടന വേദി ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പിച്ചിങ് കോമ്പറ്റീഷൻ ആയിക്കഴിഞ്ഞാലും പാനൽ ഡിസ്കഷൻ ആയിക്കഴിഞ്ഞാലും സക്സസ് സ്റ്റോറി പറയുന്ന സെഷൻ ആയിക്കഴിഞ്ഞാലും എല്ലാം ഇവിടെ വന്ന് പോകുന്ന ഒരാൾക്ക് കൂടുതൽ വെളിച്ചമുണ്ടാവുന്നു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു, അവിടെ മുന്നോട്ട് പോക്കിന് കൂടുതൽ കരുത്ത് വരാനുള്ള ഒരു ഊർജ്ജം കിട്ടും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഈ മവാസോ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.